അമ്മേ, എനിക്ക് അമ്മയോട് തർക്കിക്കാൻ വയ്യ. ഈ തെരഞ്ഞെടുപ്പോടെ ചന്ദ്രോത്ത് തറവാട് ഇല്ലാതായി പോകരുത്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, പിന്മാറ്റം. അമ്മ നോമിനേഷൻ കൊടുക്കരുത്. അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്താ ദേവിയെ കൊണ്ട് നോമിനേഷൻ ഞാൻ പിൻവലിപ്പിക്കാം. കൊള്ളാലോ. ഇതേ ഒരു അവസ്ഥയിൽ നോമിനേഷൻ കൊടുക്കരുതെന്നും പറഞ്ഞ അവളുടെ പിന്നാലെ ഞാൻ നടന്നത് ഓർമ്മയുണ്ടോ? അന്ന് നീയും അവളോട് പറഞ്ഞു നോമിനേഷൻ കൊടുക്കരുതെന്ന്. അവൾ അനുസരിച്ചോ? അവള് ചെയ്യാത്ത കാര്യം നിന്റെ അമ്മ ചെയ്യോ? നടക്കില്ല. നാളെ ഞാൻ നോമിനേഷൻ കൊടുക്കും. നാളെ തന്നെ പത്രസമ്മേളനമുണ്ട്. അതില് പല കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയും. അമ്മേ, ദേവിയുടെ ജയം ഉറപ്പാ. നിരീക്ഷകരും സർവേയും ഒക്കെ അങ്ങനെ പറയുന്നേ. ടിവിയിൽ വരുന്ന വിശകലനമല്ലേ? അവര് റേറ്റിംഗിന് വേണ്ടി ഓരോരുത്തരെ ജയിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യും. അത് കേട്ട് സ്ഥാനാർത്ഥികൾ സ്വപ്നം കാണും. അവസാനം ഗോവിന്ദ. അവളാണ് ജയിക്കാൻ പോകുന്നത്. അതൊക്കെ സ്വപ്നത്തിൽ. ജീവിതത്തിൽ ഞാനാണ് ജയിക്കാൻ പോകുന്നത്.